ശ്രീ ജോൺ ബ്രിട്ടാസ് ഏറ്റവും ഒടുവിൽ MHA റിലീസസ് FAQ ഓൺ CAA എന്ന് അതിൽ വിശദീകരണം വരുന്നുണ്ട്. അതിൽ പറയുന്നത് ഇന്ത്യൻ മുസ്ലിംസ് നീഡ് നോട്ട് വറി as CAA ഹാസ് നോട്ട് മെയ്ഡ് എനി പ്രൊവിഷൻ ടു ഇമ്പാക്ട് their citizenship and has nothing to do with the present 18 crore Indian Muslims who have equal rights like their Hindu counterparts. No Indian citizen would be asked to produce any document to prove his citizenship after this act. No Indian citizen would ask to produce any document to prove his citizenship after this act. MHA പറയലാണ് രാജ്യത്തെ മുസ്ലിങ്ങൾ പേടിക്കേണ്ടതില്ല. പ്രശ്നങ്ങൾ പരിഹരിച്ചോ ശ്രീ ജോൺ ബ്രിട്ടാസ്? മുസ്ലിങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പറയുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരസ്ത്രത്തെ നമ്മൾ കാണാതെ പോകരുത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. അസമിൻ്റെ പൗരത്വ രജിസ്റ്റർ ഇവർ പ്രസിദ്ധീകരിച്ചു. 19 ലക്ഷം പേരാണ് പുറത്തായത്. ആ 19 ലക്ഷം പേര് പുറത്തായപ്പോൾ അതിൽ 15 ലക്ഷത്തോളം ഹിന്ദുക്കളാണ്, ഒരു 4-4.5 ലക്ഷം പേര് മുസ്ലിങ്ങൾ. ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം ഇതിനകത്തുണ്ട്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രഥമ പൗരൻ്റെ 4 ബന്ധുക്കളും അതിലുൾപ്പെടും, പുറത്തായവർ. 2, ഇവർ NRC നടപ്പിലാക്കുമ്പോൾ രാജ്യമെമ്പാടും നടപ്പിലാക്കുമെന്ന് പറയുന്നുണ്ട്. രാജ്യമെമ്പാടും NRC നടപ്പിലാക്കുമ്പോൾ എന്താണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ? അവർ നിയോഗിക്കാൻ പോകുന്ന ജില്ലാ അടിസ്ഥാന കമ്മിറ്റി സ്വാഭാവികമായിട്ടും ജനങ്ങളോട് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഒരിക്കലും BJPയെ നമുക്ക് സംശയത്തിൻ്റെ ചൂണ്ടുവലയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ എല്ലാ പ്രവൃത്തിയിലും മതനിരപേക്ഷ നിയമത്തിൽ പോലും വർഗീയതയുടെ വിഷം ചാലിച്ചവരാണ് BJPക്കാർ. അതുകൊണ്ട് പ്രകടമായ വർഗീയതയും മതപരമായ പക്ഷപാതിത്വവുമുള്ള ഒരു ഭേദഗതി നിയമം നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പല പക്ഷപാതിത്വങ്ങളും അതിൽ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും അംശങ്ങൾ ചാലിച്ചു ചേർക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 2, തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ അസമിൽ മാത്രം 16 തടങ്കൽ പാളയങ്ങൾ, 3-4 എണ്ണം ഇപ്പം തന്നെ പ്രാവർത്തികമായി. മഹാരാഷ്ട്ര, കർണാടക, ഗോവ, രാജസ്ഥാൻ, അങ്ങനെ പല സംസ്ഥാനങ്ങളിലും വിസ്തൃതമായിട്ടുള്ള തടങ്കൽ പാളയങ്ങൾ വന്നു കഴിഞ്ഞു. നാസി ജർമ്മനിയിൽ ആദ്യം ജൂതന്മാർക്കെതിരെയുള്ള വേട്ട ആരംഭിച്ചപ്പോൾ ഇതുപോലെയാണ് തുടങ്ങിയത് തടങ്കൽ പാളയങ്ങൾ. ആ തടങ്കൽ പാളയങ്ങൾ പിന്നീട് ഗ്യാസ് ചേമ്പറുകളാകാനും 60 ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കാനും അധികകാലം വേണ്ടി വന്നില്ല. മാത്രമല്ല, വർഗീയ കലാപങ്ങളുടെ പശ്ചാത്തലമുള്ള അതിൻ്റെ കറപുരണ്ട കൈകളാണ് ഇന്ന് ഈ വിവേചനപരമായിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കണം. ഇന്ന് നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ല ബ്രിട്ടാസ്, ഇവിടെ ജോൺ ബ്രിട്ടാസ്, ഇവിടെ ഈ നിയമം പ്രാബല്യത്തിലായി എന്ന് പറഞ്ഞാൽ നിയമം ഇപ്പോൾ ലോ ഓഫ് ദ ലാൻഡായി. അതിപ്പോൾ എന്താണ്, അതിൻ്റെ പോർട്ടൽ തുറന്നു, അതിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് അതിൻ്റെ പൗരത്വ പ്രൊസീജിയർ തുടങ്ങിക്കഴിഞ്ഞു. അതിനകത്ത് ഇനി കോടതി ഇടപെടലല്ലാതെ തെരുവിലൊരു പ്രതിഷേധം ഏതെങ്കിലും തരത്തിൽ പ്രതിരോധമാകുമോ, പരിഹാരമാകുമോ ശ്രീ ജോൺ ബ്രിട്ടാസ്? കോടതി ഇടപെടൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? അന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ, സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ 250ഓളം ഹർജികൾ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. അന്ന് സുപ്രീം കോടതി പറഞ്ഞത് വിജ്ഞാപനം വരട്ടെ, ഇത് ബില്ല് പാസ്സായിട്ടില്ലേ ഉള്ളൂ, ഇതുവരെ ചട്ടങ്ങൾ കൊണ്ടുവന്നിട്ടില്ലല്ലോ, അത് പ്രാവർത്തികമായിട്ടില്ലല്ലോ എന്നാണ് അന്ന് സുപ്രീം കോടതി പറഞ്ഞത്. ഇന്ന് വിജ്ഞാപനം വന്നു, ചട്ടങ്ങൾ വന്നു. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിക്ക് ഇതിൻ്റെ മുകളിൽ അഭിപ്രായം പറയേണ്ടി വരും. സുപ്രീം കോടതിയുടെ മുൻകാല വിധികളുടെ ലംഘനമാണ്. എന്താ കാരണം? മതപരമായിട്ടുള്ള വിവേചനം പാടില്ല. മതനിരപേക്ഷത എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറാണ്, അടിസ്ഥാന ശിലയാണ്. അതുപോലെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 തുല്യത, തുല്യ പരിഗണന, അങ്ങനെ ഭരണഘടനയുടെ അന്തസ്സത്തേക്കും വകുപ്പുകൾക്കും നിരക്കാത്തൊരു നിയമനിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത്. ഹാഷ്മി, ഒന്നും കൂടെ നോക്കുക, എങ്ങനെയാണ് ഇവർ ഈ 3 രാജ്യങ്ങളെ തിരഞ്ഞെടുത്തത്? അഫ്ഗാനിസ്ഥാന്, പാകിസ്ഥാന്, ബംഗ്ലാദേശ്. നമ്മുടെ കരയുമായി അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളില്ലേ? 2 ഇപ്പം കടലും കൂടി എടുത്തു കഴിഞ്ഞാൽ അവിടെ 7+2 ശ്രീലങ്കയും മാൽദ്വീപ്സും ഇല്ലേ? മതപരമായിട്ടുള്ള ഒരു ഘടകം മാത്രമാണോ പീഡനമെന്ന് ഉദ്ദേശിക്കുന്നത്? അതിൽ ജാതി, വംശം, ഭാഷ, സംസ്കാരം, ആചാരമൊക്കെ ഇല്ലേ?
ഇനി പ്രകാരമുള്ള ഒരു പീഡനമാണെങ്കിൽ ഈ ബർമയിലെ റോഹിംഗ്യൻ മുസ്ലിംസും അതുപോലെ പാകിസ്ഥാനിലെ അഹമ്മദിയാസും ഒക്കെ ഇല്ലേ? ഇനി സാംസ്കാരികപരമായ പീഡനമാണെങ്കിൽ നമ്മുടെ സഹോദരന്മാരല്ലേ ശ്രീലങ്കയിലെ തമിഴ് വംശജര്? അപ്പോൾ ഏത് മാനദണ്ഡമാണ് ഇവർ ഉപയോഗിച്ചത്? അതിർത്തി രാജ്യങ്ങളാണോ, മതമാണോ, വിശ്വാസമാണോ? അപ്പോൾ സ്വാഭാവികമായിട്ടും അടിമുടി വിവേചനം നിറഞ്ഞ, പക്ഷപാതിത്വം നിറഞ്ഞ ഒരു ഭേദഗതി നിയമമാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മതനിരപേക്ഷ അടിത്തറയുള്ള രാജ്യത്തിൻ്റെ ഭരണഘടനാ സൂക്തങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുല്യത എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അളവുകോല് വെച്ച് നോക്കുമ്പോൾ ഈ നിയമം അസ്ഥിരപ്പെടും. ഇനി പ്രതിഷേധങ്ങളുടെ കാര്യം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സ്വാഭാവികമായിട്ടും കോടതികളെ മാത്രം ആശ്രയിച്ചിട്ടല്ല നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. പ്രക്ഷോഭങ്ങൾ വരണം, സംവാദങ്ങൾ വരണം, വിവാദങ്ങൾ വരണം, എല്ലാം വരട്ടെ. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത്. ഒരുപാട് നിയമങ്ങൾ ഇതുപോലുള്ള പ്രക്ഷോഭങ്ങളുടെ തലത്തിലാണ്.